പാടുമോ? എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ശക്തിയോടെ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഒരിക്കൽ കൂടെ പാടും. എന്തതിശയമേ ദൈവത്തിൻ എത്ര മനോഹരമേ. ചില നിമിഷങ്ങൾ വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോ വായിൽ നിന്നും ഉയരുന്ന സ്തുതികൾ ഈ ദേശത്തെ വിടുവിക്കട്ടെ, ഈ ദേശത്തെ വിടുവിക്കട്ടെ. ദൈവഭക്തിയുള്ള ജനം ഒരുമിച്ച് സന്തോഷത്തോടെ വായുകൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് ആ സന്തോഷത്തിന്റെ സ്വരം ഉയരട്ടെ, ജയത്തിന്റെ ശബ്ദം ഉയരട്ടെ. ശക്തിയോടെ നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് പാടുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനകം തുറന്ന് ഹല്ലേലൂയ. ഈ 7 ദിവസവും അവന്റെ മഹത്വം അനുഭവിക്കുവാനും അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും അവൻ ചെയ്ത കൃപയ്ക്ക് നന്ദിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നന്ദിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിയോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി യേശുവേ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും യഥാസ്ഥാനങ്ങളിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മോടുകൂടെ വന്നു. കർത്താവ് നമ്മുടെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്തു. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തെ എല്ലാവരും ഉയർത്തി അല്പസമയം സ്തോത്രം ചെയ്ത് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥനയിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. നിലകളിൽ അത്ഭുതങ്ങൾ ഇവിടെ ചെയ്തു. കർത്താവ് അനേകരെ കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുവാൻ ഏകദേശം 10-15 പ്രിയപ്പെട്ടവർ സമർപ്പണത്തോടെ മുൻപോട്ട് വന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാത്രിയിൽ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവ് പ്രവർത്തിപ്പാൽ സർവശക്തനാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. വെൺമണിയുടെ ദേശം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം പറഞ്ഞാട്ട് വെൺമണിയിൽ ഇങ്ങനെ ഒരു ആത്മീക ഉണർവ് യോഗം ഈ വർഷം നടത്തുവാൻ ദൈവം നമ്മിൽ പ്രസാദിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്താട്ട് നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ ദൈവം നമ്മെ നിറച്ചതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യേശു കർത്താവ് ഈ ദേശത്തെ സ്നേഹിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ ഈ വർഷവും കർത്താവ് ഇങ്ങനെ ഒരു ക്രൂസൈഡ് അനേകരുടെ വിടുതലിന് വേണ്ടി, അനേകരുടെ ആശ്വാസത്തിന് വേണ്ടി, അനേകരുടെ ജീവന്റെ പുതുക്കത്തിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഒരുക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് ക്രമീകരിച്ച് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ആദ്യ ദിനം മുതൽ ഹല്ലേലൂയ അവസാന ദിവസം വരെ ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി സംസാരിപ്പാൻ അഭിഷിക്തന്മാരെ കർത്താവ് ബലപ്പെടുത്തി ശക്തീകരിച്ച കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദേശത്തിന് മേൽ ദൈവം അയക്കുന്ന എല്ലാ ആത്മീക വിടുതലുകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ അഭിഷിക്തനെ കർത്താവ് ശക്തമായി നമ്മുടെ നടുവിൽ ഉപയോഗിക്കട്ടെ. വചന കേൾവിക്കായി അനേക ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. പുഴവക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറക്കപ്പെട്ടപ്പോൾ ഫിലിപ്പിയിൽ ഒരു സഭ ഉടലെടുത്തതുപോലെ അനേകരുടെ പേര് ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന രാത്രിയാക്കി സ്വർഗം ഇന്ന് രാത്രി വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തെടുക്കുവാനായി ദൈവജനം ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ പത്രോസ് 11 എഴുന്നേറ്റ് നിന്നു എന്ന നാം വചനം വായിക്കുന്നത്. ഇവിടെ ഒരു അഭിഷിക്തൻ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ ഒരു അഭിഷിക്തൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാണ് യേശുവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. അതേ ദൈവപൈതലേ, നിനക്ക് അധികാരമുണ്ട്. ആമേൻ. ആ അധികാരത്തിൽ ഇന്ന് രാത്രി നീ അത് ഉപയോഗപ്പെടുത്തുവാൻ നാമോദരം നീ ഒന്ന് കൽപ്പിച്ചാട്ട്. ആ രോഗത്തോട് ഇന്ന് രാത്രി നീ കൽപ്പിച്ചാട്ട്. ആ ഭവനത്തിനകത്തെ അസ്വസ്ഥതയെ നോക്കി ഇന്ന് രാത്രി നീ ഒന്ന് കൽപ്പിച്ചാട്ട്. ഇന്ന് രാത്രി സകല നാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, യേശു കർത്താവിന്റെ നാമം, യേശു കർത്താവിന്റെ നാമം, യേശു രക്ഷിക്കുന്ന ദൈവം, യേശു വീണ്ടും വരുന്ന കർത്താവ്, യേശുവിന്റെ രാജ്യത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ, യേശു കർത്താവ് നമ്മെ കൊണ്ടുപോകുവാൻ എത്രയും വേഗം അവൻ മടങ്ങി വരുന്ന കർത്താവ്. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കമ്മയുടെ ആക്കി തുടർന്നുള്ള വചന ശുശ്രൂഷ എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരായ ജോൺ സാർ, ബഹുമാനപ്പെട്ട ബദലെ ജോൺ സാറും കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ എബ്രഹാം പാസ്റ്റർ കുഴുവല്ലൂരും മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ ഈ സമയം നമ്മെ സഹായിക്കും. ഇന്ന് രാത്രികാലവും ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് പ്രാപിപ്പാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ നീ ഒരുക്കിക്കൊള്ളണമെന്ന്
ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലൈറ്റിനെയും സൗണ്ടിനെയും അവിടുന്ന് നിയന്ത്രിച്ചു കൊള്ളണമേ. ഈ സാഹചര്യങ്ങൾക്കായിട്ട് പിന്നെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. വരും ദിവസങ്ങൾ നിനക്ക് വേണ്ടി ജീവിപ്പാൻ, നിന്റെ കൽപ്പന അനുസരിപ്പാൻ ചിലരെ കൂടി അവിടുന്ന് എഴുന്നേൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. ഇന്നത്തെ രാത്രികാലത്തെ വചനഘോഷം കൊണ്ട് പിന്നെയും അങ്ങനെ ആകുവാൻ കർത്താവ് ഇടയാക്കിക്കാട്ടെ. എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ഞാൻ എൻ്റെ സഭയെ പണിയോ പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല എന്ന് കർത്താവ് അരുളിച്ചതുപോലെ ഈ സ്ഥലം സഭയ്ക്ക് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവമായ കർത്താവിലേക്ക് വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ പോകുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാനോ ഉയർത്തപ്പെട്ട അനേകരെ എങ്കിലേക്ക് ആകർഷിക്കാൻ കർത്താവിന്റെ വചനമായ ഈ രാത്രിയുടെ അഭിഷേകൻ കർത്താവ് ഉയർത്തുമ്പോൾ അനേക കർത്താവിലേക്ക് അടുത്തു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരുക്കുവാൻ പോകുന്ന അവരുടെ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം അല്ലെങ്കിൽ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എൻ്റെ കൂടെ ഏകദേശം ഇവിടെ 250-ലധികം ജനങ്ങൾ യേശുവിനെ ഇവിടെ അടുത്തുള്ളൊരു കൊടുങ്കാട്ടിൽ കുടുംബ ഹാളിൽ ഒരുമിച്ച് ഞങ്ങൾ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മേ, ചെറിയ ഒന്നേന്ന് പറഞ്ഞൊരു തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. കർത്താവിൻ്റെ ആലോചനയും വാക്തത്വം ഉള്ളതിനാൽ കർത്താവ് ഓരോ ദിവസവും ആ കൂട്ടായ്മയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ആത്മാക്കളെ സൈമൺ പാസ്റ്റർ കൊണ്ടുപോകാനുള്ളതല്ല, ആത്മാക്കൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ജീവനും അസൂയയില്ലാത്തവരെല്ലാവരും ചേർന്ന് കർത്താവിനെ നന്ദിയോടെ സ്തുതി. കാരണം ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. ആത്മാക്കൾ യേശുവിൻ്റെതാ, നമ്മുടേതല്ല. സഭ നമ്മുടേതല്ല, സഭ യേശുവിൻ്റെതാ. യേശുവിൻ്റെ രക്തത്താൽ സമ്പാദിച്ചതാണ് ദൈവസഭ. പിന്നെ നമ്മളിവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ അതിന് IPC എന്നോ ചർച്ച കോഡെന്നോ AG എന്നോ ഇൻഡിപെൻഡൻ്റ് എന്നോ പല പല പേരുകൾ അറിയപ്പെടുന്നില്ല. ഈ സഭകളെ ഒന്നും ചേർക്കാനല്ല യേശു കർത്താവ് വരുന്നത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കാനാണ്. അതുകൊണ്ട് സംഘടനകൾക്ക് വേണ്ടി അല്ല, അതിനപ്പുറമായി യേശുവിൻ്റെ രാജ്യം നമ്മുടെ ദർശനമായിരിക്കണം. എനിക്ക് ഈ ക്രൂസൈഡിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെൺമണിയിലുള്ള എല്ലാ സഭകളും ഒരുക്കപ്പെട്ടു, ഒരു ഉണർവ് നടന്നു എന്ന് എനിക്ക് നന്നായി മനസ്സിലായി. അതിൻ്റെ തെളിവ് ആ സഭകളിലൊന്നും ഒരു കൂട്ടായ്മ പോലും ക്രമീകരിക്കാതെ രാവും പകലും എല്ലാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ക്രൂസൈഡിൽ വന്ന് സംബന്ധിച്ചത് വളരെ ഒരു അത്ഭുതമാകിയാൽ ആ സഭകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഒരു ഐക്യത ആ സഭകൾക്കും ഒരാത്മാക്കളുടെ വിടുതലാണ്. കാരണം യേശുവിൻ്റെ നാമം എവിടെയാണോ മഹിമപ്പെടുന്നത് അവിടെ ഐക്യത വളരെ വിലപ്പെട്ടതാണ്. ഐക്യത എവിടെയുണ്ട്? കർത്താവ് 2 പേരും ഭൂമിയിൽ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നിട്ട്, അപ്പോൾ ഐക്യതയാണ് അവിടെ കാണിക്കുന്നത്. ദൈവസഭകൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഒരിക്കൽ ഒരു കാലഘട്ടത്തിൽ വെൺമണിയിൽ സഭകൾ തെക്ക് അസംബ്ലീസ് കോഡായാലും ചർച്ച കോഡായാലും IPC ആയാലും ഏത് സഭകളായാലും പെനിയൽ സഭയായാലും ഒത്തിരി സഭകൾ വെൺമണിയിലുണ്ട്. ഈ സഭകളെല്ലാം അവർ ഓരോ കൺവെൻഷൻ വെൺമണിയിൽ നടത്തുമായിരുന്നു. ഒരു സന്തോഷമില്ലെന്ന് തോന്നുന്നു. അതിന്ന് അന്യപ്പെട്ടു. സ്വതന്ത്രം ഞാൻ പറയുന്നു, ഓരോ ദേശത്തും ഒരു കുറഞ്ഞത് 2 ദിവസമോ 3 ദിവസമോ നമ്മൾ കൺവെൻഷനുകൾ നടത്തപ്പെടണം. ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾ കടന്നു വരാം. കാരണം നിങ്ങളുടെ സഹകരണം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉണർവായി. സ്തോത്രം. ഒരുമിച്ച് ദേശത്ത് നിൽക്ക്, ദൈവ വൻകാര്യങ്ങൾ ദേശത്തിൻ്റെ നടുവിൽ ചെയ്യും. വെൺമണി ദേശത്തിൻ്റെ ഉണർവിൻ്റെ സമയമാണ് ഇത്. ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വിമർശനത്തിന് ഇനി ഇടം കൊടുക്കരുത്. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇനി ഇടം കൊടുക്കരുത്. ഒരുത്തൻ്റെ കുറ്റം പറഞ്ഞ് ദൈവകൃപ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദൈവദാസന്മാർ, പ്രതിസന്ധിയിൽ കൂടെ പോകുന്ന സഭകൾ ഒക്കെ നമ്മുടെ ദേശത്ത് ചുറ്റുപാടുണ്ട്. ഒറ്റ മറുപടിയെ ഒരു മരുന്നേ ഉള്ളൂ, പ്രാർത്ഥനയിൽ മാത്രം പോരാടി ജയമെടുക്കുക. അതിന് ഒരുമിച്ച് നിൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നന്ദി പറയുക. ആമേൻ. നന്ദി എന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങിന് വലിയ പ്രസക്തിയില്ല. ഞാൻ എൻ്റെ സഭയിലെ സഹോദരന്മാർ പറഞ്ഞു പാസ് 1-2 വാക്ക് പറഞ്ഞ് അങ്ങ് നിർത്തിയാൽ മതി. ഞങ്ങളുടെ സഭയിലെ ഒരു പ്രത്യേകത, ഇവരെല്ലാം യേശുവിന് ചില രഹസ്യ ശിഷ്യന്മാരുണ്ടെന്ന് പറയുന്നത്. രഹസ്യ ശിഷ്യന്മാർ ഇതെല്ലാം ഇതിൻ്റെ പിമ്പിൽ അധ്വാനിച്ചത് എല്ലാം ഈ സഭയാണ്. ഇനി ഒന്നാമത് ഇതിൻ്റെ വിജയമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ജനം ഇതിൻ്റെ നടുവിൽ, അവർക്കാണ് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത്. കർത്താവ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാർത്ഥനയാണ് ഈ ദേശത്ത് ഇത്രത്തോളം ഈ കൂട്ടായ്മ അനുഗ്രഹമാക്കി തീർത്തത്. ഞങ്ങൾ 100-ൽ പരം ദിവസങ്ങൾ ചെയിൻ ഫാസ്റ്റിംഗ് പ്രെയറായിട്ട് ഇതിനു വേണ്ടി പ്രത്യേക ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ചു, മണിക്കൂർ പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. മടികൂടാതെ ഓരോ ദിവസവും പ്രെയർ സെൻ്ററിലെ പ്രാർത്ഥനയിലേക്ക് എല്ലാ ദൈവമക്കളും അത് സഹകരിച്ചു. ആ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകാൽ അവരുള്ള നന്ദി പറയുന്നു. ഇനി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ പബ്ലിസിറ്റി, നോട്ടീസ്, ഫ്ലെക്സ് ഒക്കെ
ഒക്കെ ഒട്ടിക്കുവാൻ രാത്രി ചില ദിവസങ്ങൾ ഉറക്കളിച്ച് എൻ്റെ ഇളയ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൻ ഉൾപ്പെടെ രാത്രി 2 മണി വരെ പുറത്ത് പോയി മനുവിൻ്റെ നേതൃത്വത്തിൽ സഹോദരന്മാരെല്ലാവരും ചേർന്ന്, സഭയിലെ സഹോദരന്മാർ, അപ്പച്ചന്മാർ എല്ലാവരും ചേർന്നൊക്കെ ഈ കാര്യത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഇത്രയും ഒരു പബ്ലിസിറ്റി ചെയ്തത്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഈ 2003 മുതൽ പല സ്ഥലങ്ങളിൽ ഈ ക്രൂസൈഡ് നടത്തി സ്ഥലമില്ലാതെ നമ്മൾ ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ട്. കർത്താവ് ഈ വർഷം നമുക്ക് ഈ സ്ഥലം ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ദേശത്ത് ഇങ്ങനൊരു ക്രൂസൈഡ് ഇവിടെ ക്രമീകരിച്ചപ്പോൾ ചുറ്റുപാടും ഒക്കെ പെട്ടെന്ന് അതിനെ അങ്ങോട്ട് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ, മാനസികാവസ്ഥ ശരിയല്ല. എനിക്കും അറിയാം, നമ്മൾ പെട്ടെന്നൊരു കൂട്ടായ്മയൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷേ നല്ല 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 ആളുകൾ നല്ലവണ്ണം ഈ കാര്യത്തിൽ നമ്മോട് സഹകരിച്ചു. ഇതിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ ഭവനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതി. വിശേഷിക്കാം ഇതിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും അധികം ഈ ശബ്ദം ആ വീട്ടിലേക്കാണ് ഏറ്റവും അധികം ചെല്ലുന്നത്. രാഗം അവിടുത്തെ പ്രിയ കൊച്ചാട്ടൻ കൃഷ്ണപിള്ളച്ചേട്ടൻ ഞങ്ങൾ ചെന്ന് സംസാരിച്ചപ്പോൾ നാമത്തിന് വേണ്ടിയല്ലേ ഞാൻ അത്രയും ദിവസവും ഞാൻ സഹകരിക്കും എന്നൊരു നല്ല വാക്ക് ആ കൃഷ്ണപിള്ളച്ചേട്ടൻ പറഞ്ഞു. ആ വീടുകളിൽ ആ മുറ്റത്തൊക്കെ വാഹനങ്ങൾ അതിൻ്റെ ചുറ്റുപാടൊക്കെ പാർക്ക് ചെയ്യുവാൻ ഈ ചുറ്റുപാടുള്ള ഭവനങ്ങളൊക്കെ ഞങ്ങളോട് കാണിച്ച നല്ല സഹകരണങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുണ്ട്. ഞങ്ങൾ പ്രതികൂലങ്ങളെയല്ല കാണുന്നത്, ഞങ്ങൾ ദൈവത്തിൻ്റെ വിജയത്തെയാണ് കാണുന്നത്. യേശു കർത്താവ് ശുശ്രൂഷിച്ചപ്പോഴും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചു. ദൈവത്തിന് സ്വതന്ത്ര പരീശന്മാർ പറഞ്ഞു, ഇതുകൊണ്ട് ഹെരോദോവർ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്, നിൻ്റെ ശുശ്രൂഷ ഇവിടെ നിർത്തി നീ പോക്കോണമെന്ന്. നിൻ്റെ ശുശ്രൂഷ, ലൂക്കോസിൻ്റെ ശുശ്രൂഷ പറയും, നിൻ്റെ ശുശ്രൂഷ ഇവിടെ മതി, നിൻ്റെ ശുശ്രൂഷ നിർത്തി പോക്കോണം. പക്ഷേ യേശു പറഞ്ഞു, ആ കുറുക്കനോട് നീ എന്ന് പറഞ്ഞേരെ, ഞാൻ ഇന്നും നാളെയും മറ്റേനാളും രോഗശാന്തി വരുത്തും, ഭൂതങ്ങളെ പുറത്താക്കും, യേശുവിൻ്റെ രാജ്യം പ്രസംഗിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്തോ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ഇന്നും പ്രതിസന്ധി ഉണ്ടോ, നീ വളരും. പോരാ പ്രതിസന്ധി ഇല്ലയോ, ഒന്നുമില്ല. ഫലമുള്ള വൃക്ഷത്തിന്മേലാണ് ഏറുവരുന്നത്. ആകയാൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ ഭവനങ്ങളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ചുറ്റുപാടുള്ള ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾക്കറിയാം ഈ ശബ്ദം ചില ബുദ്ധി, പക്ഷേ അവരെല്ലാം ഞങ്ങളോട് സഹകരിച്ചു. അവരോടുള്ള പ്രത്യേക നന്ദി. നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. മൈക്ക് സാക്ഷൻ തന്ന പോലീസ് അധികാരികൾ ഒരു ദിവസം ഇവിടുത്തെ SI ഇവിടെ എന്ന് പറഞ്ഞു, ആരോ പറഞ്ഞു ശബ്ദം കൂടുതലാണ് പാസ്റ്ററെ, ശബ്ദം കുറയ്ക്കണം. ഞാൻ പറഞ്ഞു ഇല്ല, എങ്ങാണ്ടൊക്കെ ഈ ആഴ്ച മൊത്തം ആലപ്പുഴ ജില്ലയിൽ മൊത്തം കോളാമ്പികളെല്ലാം പിടിച്ചുകൊണ്ട് പോയി. നമുക്കറിയാം, പത്രത്തിൽ വായിച്ചതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കോളാമ്പി മാത്രം ഇല്ല സാറേ, ഞങ്ങൾ കോളാമ്പി ഇല്ല, ഞങ്ങൾ ഈ ശബ്ദം തന്നെ തുടരും. അങ്ങനെ എല്ലാ സാഹചര്യവും നമുക്ക് അനുകൂലമായതോർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി. പോലീസ് അധികാരികളോടൊക്കെ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ദൈവം സഹായിക്കട്ടെ. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം, മട്ടക്കൽ സൗണ്ട് സിസ്റ്റം, വാത്സല്യ സഹോദരന്മാർ ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിച്ചു. അവരോടുള്ള പ്രത്യേക നന്ദി പ്രത്യേക അറിയിക്കുന്നു. വീഡിയോ ഓരോ ദിവസത്തെയും വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓരോ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ബുക്സാളി പറഞ്ഞാൽ കിട്ടും. ഗാനം ബിജു പത്തനംതിട്ടയുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ ചെയ്ത ടീമുകൾ, വിശിഷ്യ ബ്രദർ ലോഡ്സൺ എറണാകുളത്തു നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 2 ദിവസക്കാലം ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഞങ്ങൾ ആ ടീമിനോട് കടപ്പെട്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവവചനവുമായി നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ തോമസ് മാമൻ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വെൺമണിയെ സ്നേഹിച്ച് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ദേശത്ത് ദൈവവചന പ്രഘോഷണത്തിനായി കടന്നു വന്ന അനേകർക്ക് അനുഗ്രഹമായി. അതിൻ്റെ തെളിവാണ് ഇന്ന് രാത്രി നിറഞ്ഞു കവിയുന്ന ഒരു വലിയ ജനക്കൂട്ടം ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുവാൻ ഇവിടെ കടന്നു വന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ ഞങ്ങൾ വെൺമണി ക്രൂസൈഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. എല്ലാവർക്കും നന്ദി. കാരണം വാഹനങ്ങൾ ഓടിച്ചിവിടെ നിങ്ങളെ കൊണ്ടുവന്ന വാത്സല്യ സഹോദരന്മാർ, ഇതുപോലെ വിവിധ സഭകളിൽ നിന്ന് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഞങ്ങളുടെ കൂട്ടായ്മയെ സ്നേഹിച്ച് വെൺമണി ക്രൂസൈഡിനെ സ്നേഹിച്ച് കടന്നുവന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സമയം ഇന്ന് രാത്രി കളയുവാൻ നമ്മുടെ നടുവിലില്ല. അഭിഷിക്തൻ തോമസ് മാമൻ അവരുടെ കരങ്ങളടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യും. ഈ വെൺമണി പ്രദേശത്ത് കടന്നു വരുവാൻ ഒരു പ്രാവശ്യം കൂടി കർത്താവ് കൃപ നൽകി. കേരളത്തിൻ്റെ ആത്മീയ ഭൂപടത്തിൽ ചില സ്ഥലങ്ങളുടെ പേരുകൾ മാത്രം പ്രത്യേകാലുണ്ട്, എല്ലാ സ്ഥലങ്ങളും ഇല്ല. ആത്മീയ ഭൂപടത്തിൽ ചില സ്ഥലങ്ങളുടെ പേരുകളുണ്ട്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമുള്ള വെളിച്ചം വീശിയ ചില സ്ഥലങ്ങൾ, അതിലൊന്നാണ് വെൺമണി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൂർവകാലം നിരവധി ഉണർവിൻ്റെ തീജ്വാലകൾ
ഈ ശാന്തമായ സുന്ദരമായ ചരിത്രമുള്ള ഈ ഗ്രാമത്തിൽ അടിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ കർത്താവ് ഈ ദേശത്തു നിന്നും എഴുന്നേൽപ്പിച്ചു. ഇന്നും ആ ദീപം അണയാതെ ഈ വെൺമണിയിലും ചുറ്റുപാടുകളിലും ആത്മീയ വെളിച്ചത്തിൽ ജീവിക്കുന്ന എല്ലാ ദൈവമക്കളെയും, എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു. ഞാൻ നിങ്ങളോട് എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. വെൺമണിക്ക് വേണ്ടി കർത്താവ് ഒരു ക്രൂസൈഡിന് വേണ്ടി കർത്താവ് ഒരു പാസ്റ്റർ സൈമണും, അങ്ങനെ രണ്ടും കൂടെ കണക്റ്റഡാക്കി ഈ ദേശത്ത് തമ്പുരാൻ അനുഗ്രഹിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസത്തെ യോഗം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടാണ്. ഒരാഴ്ച ഇവിടെ ക്രൂസൈഡ് നടത്തിയത് ഓർത്ത് സ്തോത്രം. വളരെ ദൂരെ നിന്നും നിരവധി പേർ വിശേഷാൽ ദൈവദാസന്മാരോടെ കടന്നു വന്നതുകൊണ്ട് എനിക്കറിയാം. അവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന സന്തോഷമാണ്. മറ്റു മുഖവരോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കുവാൻ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നാം നിൽക്കുന്നത് ഒരു വലിയ ഗോവണിയുടെ മുകളിലാണ്. ആ ഗോവണിയുടെ പേരാണ് ക്രൈസ്തവ സഭ. പണ്ട് ഒരു ഗോവണി സ്വപ്നം കണ്ടു യാക്കോബ്. അന്ന് താൻ ആരുമല്ല, വേറൊരു ഭാഷയിൽ ഒരു പേടിത്തൊണ്ടൻ, ചേട്ടനെ പേടിച്ചോടുക. അന്ന് രാത്രിയിൽ താൻ ഒരു സ്വപ്നം കണ്ടു, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി. അന്ന് തനിക്കതിൻ്റെ പൊരുൾ പിടികിട്ടിയില്ല. എന്നാൽ പിന്നീടുള്ള അനുഭവത്തിൽ മനസ്സിലായി ആ ഗോവണിയാണ് ഇന്ന് ഭൂമിയുടെ മധ്യത്തിലുള്ള ഇസ്രായേൽ എന്ന ജനം, ദൈവജനം. എങ്കിൽ ഇതാ മറ്റൊരു ഗോവണി. ആ ഗോവണിയുടെ പേരാണ് ക്രൈസ്തവ സഭ. AD 30 യഹൂദൻ്റെ ഏറ്റവും പ്രധാനമായ 1-ാം പെരുന്നാളിന് ശേഷം 50 ദിവസം കഴിഞ്ഞ് വന്ന 2-ാം പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായപ്പോൾ പത്രോസ് ലീഗ പ്രസംഗിച്ചുകൊണ്ട് ആരംഭിച്ച ക്രൈസ്തവ സഭ ഇന്ന് ഈ 2014 വന്നപ്പോൾ 1984 വർഷങ്ങളായി, അല്ലെങ്കിൽ 1984-ാമത്തെ പടിയിൽ നിൽക്കുന്നു. ഇനിയും ഒരു പടിയുടെ ചവിട്ടിയാൽ മതി. ഇനിയും ക്രൈസ്തവ സഭയ്ക്ക് ലോകത്തിൽ ചവിട്ടുവാൻ ഒരൊറ്റ പടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചവിട്ടുന്നത് ഇവിടല്ല, നേരെ സ്വർഗത്തിൽ. സ്തോത്രം. ആ ഒരൊറ്റ പടി മാത്രം ചവിട്ടാൽ മതി. അതാണ് ഞാൻ പറയുവാൻ പോകുന്നത്. പ്രത്യാശയുടെ പൂർത്തീകരണമാകുന്ന ഒരു പടിയുടെ ചവിട്ടിക്കഴിഞ്ഞാൽ വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ ഭൂമിയിൽ കാണത്തില്ല, സ്വർഗത്തിൽ. അതൊരു ഗോവണി. അപ്പോൾ അതിനേക്കാൾ ഉയരത്തിൽ ഒരു ഗോപുരം. യാക്കോബ് സ്വപ്നം കാണുന്നതിന് മുമ്പേ ഒരു ഗോപുരം പണിതു. ശീനാർ ദേശത്തെ ആകാശത്തോളം എത്തുന്ന ഗോപുരം. ഇതുപോലെ ഇതാ ഈ ലോകത്തിലൊരു ഗോപുരമുണ്ടെന്ന്. ലോകത്തിലെ ബഹുഭൂരിപക്ഷം പേരും അതിൽ കൂടി കയറുന്നു. ആ ഗോപുരം അതിമനോഹരമാണ്. ആ ഗോപുരത്തിൻ്റെ തിളക്കം നമ്മളൊക്കെ പ്രാപിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ആ ഗോപുരത്തിൻ്റെ പേരാണ് ലോക സുഖ സൗകര്യങ്ങൾ. അത് പാപമല്ല, അതൊരു ഗോവണിയാണ്. അതിൽ കൂടെ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും കയറുമ്പോൾ അതിൻ്റെ പ്രകാശം നമ്മുടെ മേൽ വരുന്നുണ്ട്. ആ ഗോപുരം ഏറ്റവും നല്ല പെയിൻറ്റിങ് ആയിപ്പം. ആ പെയിൻറ് ചെയ്യുന്നത് ബ്രഷിൻ്റെ പേര് ശാസ്ത്രത്തിൻ്റെ ബ്രഷ്, പെയിൻറ്റിൻ്റെ പേര് ടെക്നോളജി. സാങ്കേതിക സജ്ഞകളുടെ പെയിന്റ് ഉപയോഗിച്ച് ശാസ്ത്രത്തിൻ്റെ ബ്രഷ് കൊണ്ട് അടിച്ച് കുട്ടികളുടെ ഭാഷ നല്ല അടിപൊളി ബിൽഡിങ് ഗോപുരം. ഇനി അങ്ങോട്ടൊരു പെയിൻറ്റിങ് പറ്റാത്ത വിധത്തിൽ നിങ്ങൾ നോക്കിക്കേ. ആ പെയിൻറ്റിങ് ചിലത് ഞാനൊന്ന് പറയാം, കേൾക്കുമ്പോൾ എന്ത് സന്തോഷവും രസവും വരും അല്ലേ. നമ്മളൊക്കെ നമ്മുടെ വാഹനങ്ങളെ സ്നേഹിക്കുന്നു. ഇരിക്കുന്ന ബൈക്ക് മുതൽ 2 വീലറ്, കാറ് എല്ലാം നമ്മൾ സ്നേഹിക്കുന്നു. നമ്മളത് വാഷ് ചെയ്യും, തുടയ്ക്കും, സൂക്ഷിക്കും, എല്ലാം ചെയ്യും, സർവീസ് ചെയ്യും. നമ്മൾ നമ്മുടെ വാഹനത്തെ സ്നേഹിക്കുന്നു. എന്നാൽ പുതിയ ടെക്നോളജി ഉടമസ്ഥനെ സ്നേഹിക്കുന്ന കാറ്. സ്തോത്രം. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് യജമാന സ്നേഹമുണ്ട്, കാറിന് ഉടമസ്ഥനെ സ്നേഹം. ഈ വെൺമണി കൂടെ ആ കാർ ഓടുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പ്രത്യേകത, ഉടമസ്ഥൻ 2 മണിക്കൂർ തുടർമാനമായിട്ട് ഓടിച്ചാൽ
ഇഞ്ചന് മനസ്സിലാകും എൻ്റെ യജമാനൻ എന്നെ ഓടിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി, പുള്ളി ഒരല്പം ക്ഷീണിച്ചിട്ടുണ്ട്, ഇനി ശ്രദ്ധിച്ചില്ലേ ആക്സിഡൻറ്റ് വരും. അതിനൊരു പരിപാടി കൃത്യം 2 മണിക്കൂർ കഴിയുമ്പോൾ കാറിൻ്റെ ഡാഷ്ബോർഡിൻ്റെ വലത്തെ അറ്റത്തെ ഒരു കപ്പും സാസറിൻ്റെയും പടം തെളിയും. അതിൻ്റെ അർത്ഥം അച്ചായൻ ഒരു കപ്പ് കാപ്പ് കുടിച്ചിട്ട് ഓടിയാൽ മതി. ഭാര്യയ്ക്ക് പോലും ഇത്ര സ്നേഹമില്ല. സ്തോത്രം. എന്നിട്ടും അച്ചായൻ ഈ കപ്പ് ശാസ്ത്രം തെളിഞ്ഞ പടം കണ്ടിട്ടും പിന്നെ ഓടിക്കുകയാണെങ്കിൽ ഉടനെ ഇഞ്ചൻ പറയും, ഞാൻ വിടുകയില്ല, അച്ചായൻ കാപ്പ് കുടിച്ചില്ല, ശരി ഒരു കാര്യം ചെയ്യും, എന്നെ എത്ര ചവിട്ടിയാലും ഞാൻ 20 കിലോമീറ്റർ കൂടുതൽ പോകത്തില്ല, അല്ലെ പോയി കാപ്പ് കുടിച്ചിട്ട് പോവാം. നോക്കിക്കേ, ഉടമസ്ഥനെ സ്നേഹിക്കുന്ന നമ്പർ 1 കാർ. നമ്പർ 2 കാർ ഇന്ത്യ വന്നില്ല, വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്പർ 1 ഇതിലല്ല ഓടുന്നതാ. നമ്പർ 2 കാർ ഉണ്ടല്ലോ, ഓടിക്കുന്നയാളിൻ്റെ ECG റീഡ് ചെയ്യുന്ന സ്റ്റിയറിംഗ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിയറിങ് ഉടമസ്ഥൻ്റെ ECG നോക്കിക്കൊണ്ടിരിക്കും. ഹാർട്ടിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ വണ്ടി, കാറ് റോഡിൻ്റെ വലതുവശത്ത് തന്നെ പോയി നിൽക്കും, അവിടെ നിർത്തും, ഇനി ഓടിക്കണ്ട. പരിപാടി എത്ര മനോഹരമല്ലേ? പ്രൈസ് ദി ലോർഡ്. പഴയ കാലത്ത് വെൺമണിയൊന്നും കുടിയേറി പാർത്തിട്ടില്ലേ മലബാറിൽ? ഇന്ന് അതെല്ലാം പോയി. ഇനി 2024 കുടിയേറാൻ പോകുന്ന എവിടെയാണെന്ന് കേട്ടോണം. 5.5 കോടി കിലോമീറ്റർ അകലെ 125 ഡിഗ്രി ചൂടുള്ള ചൊവ്വായിൽ പോകാൻ 4 മലയാളി അച്ചായന്മാരുൾപ്പെടെ 1,67,000 പേർ ക്യൂ. പുരോഗതി. ആ ശാസ്ത്രത്തിന്റെ പെയിന്റിങ് നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ. 1,67,000 പേർ റെഡി. ഈ വെൺമണിയിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിനകത്ത് കയറി കഥ അടച്ച് കമ്പ്യൂട്ടർ അങ്ങോട്ട് തുറന്നാൽ, സ്ലൈറ്റിൻ്റെ വലിപ്പത്തിലുള്ള കമ്പ്യൂട്ടർ തുറന്നു കഴിഞ്ഞാൽ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഇരിക്കുന്ന കൊച്ചുമക്കളോട് കിന്നാരം പറയുന്ന വല്യപ്പച്ചൻ ഇതിനകത്തും കാണും. സിസ്റ്റം വളരെ പുരോഗമിച്ച സിസ്റ്റം. ഇതുകൊണ്ടൊന്നും ആയില്ല. അടുത്തത് കൊച്ചിയിലെ കടവന്ത്രയിൽ വീട്ടിലിരുന്നുകൊണ്ട് അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത് കൈ നിറയെ രൂപ മേടിക്കുന്ന കുഞ്ഞപ്പൻ. അമേരിക്കയിലെ മൻഹാട്ടനിൽ ഇരുന്നുകൊണ്ട് ഫോൺ എടുത്ത് ഹലോ മറുപടി നല്ല 1 കിളിക്കൊഞ്ചൽ പെൺകുട്ടി ബാംഗ്ലൂരിൽ. തീർന്നില്ല. കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഗർഭിണിയായ ഒരു ചെറുപ്പക്കാരത്തി പെൺകുട്ടിയെ ഡോക്ടർ സ്കാൻ ചെയ്യുമ്പോൾ തത്സമയം സ്വന്തം കമ്പ്യൂട്ടറിൽ കൂവറ്റിലിരുന്നു കൊണ്ട് ഈ കുഞ്ഞിനെ കണ്ട് രസിക്കുന്ന ഭർത്താവ്. സ്തോത്രം. നോക്കിക്കേ, കെയ്റോയിലെ തെരുവീതിയിൽ പട്ടാളവും ബ്രദർഹുഡുകാരും ബ്രദർഹുഡ് സംഘടന നടത്തുന്ന യുദ്ധം കോടികുളഞ്ഞിലിരുന്ന് മൊബൈലിൽ കണ്ട് രസിക്കുന്ന ചെറുപ്പക്കാരൻ. തിരുവനന്തപുരത്തേക്ക് ന്യൂഡൽഹിയിൽ നിന്ന് വരുന്ന KK എക്സ്പ്രസിൻ്റെ പൊസിഷൻ റെയിൽവേ സ്റ്റേഷനേക്കാൾ കറക്റ്റായിട്ട് പറയുന്ന കമ്പ്യൂട്ടർ, മൊബൈൽ. കാലത്തിൻ്റെ പുരോഗതിയിൽ ശാസ്ത്രത്തിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും ആയില്ല. അടുത്ത സംഭവം കേട്ടോണം. ധനവാനായ പിതാവും മാതാവും, ഇഷ്ടം പോലെ സ്വത്ത്, ഒറ്റ മകൻ. കുഞ്ഞുങ്ങളും ഉണ്ടായി. കുഞ്ഞുങ്ങൾ പ്ലീസ്. ഇനി സംസാരിക്കുന്നവർ ഇവിടെ വന്ന് 119 സങ്കീർത്തനം പറയേണ്ടി വരും. ധനവാനായ പിതാവും മാതാവും, ഒറ്റ മകൻ. ഈ മകൻ മരിച്ചാൽ ഈ സ്വത്താർക്ക് പോയില്ലേ? ഇനിയൊരു കുഞ്ഞുങ്ങളില്ല, സാധ്യതയില്ല. ഈ സ്വത്താർക്ക് പരിഹാരം കണ്ടുപിടിച്ചു സയൻസ്. ജീവിച്ചിരിക്കുന്ന ഏക മകൻ്റെ ഒരു സെല്ലെടുത്ത് അവരുടെ അനുവാദത്തോടെ ഒരു കോശമെടുത്ത് -70 ഡിഗ്രിയിൽ തണുപ്പിച്ച പ്രത്യേക രീതിയിൽ വെക്കുക. മകൻ മരിച്ച് ശവോടക്കം കഴിഞ്ഞ് ദുഃഖത്തിൻ്റെ കാഠിന്യം കഴിഞ്ഞ് കഴിയുമ്പം ഈ സെല്ലെടുത്ത് ചെറിയൊരു പരിപാടി, ചത്ത മകൻ എഴുന്നേറ്റ് വരും. ഇതിനൊരു കാര്യമേ ഉള്ളൂ, പഴയ ഓർമ്മയൊന്നും കാണത്തില്ല. ഇത് പപ്പായാണെന്ന് ചോദിച്ചാൽ ആണോ എന്ന് പറയും. എന്നാലും അവനെ എഴുന്നേൽപ്പിക്കുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. സ്തോത്രം. എത്ര മനോഹരമായ ലോകം നോക്കിക്കേ. 24 മണിക്കൂറും വീട്ടിൽ ഡോക്ടറുടെ സേവനം. ഡോക്ടർക്ക് കൺസൾട്ടിങ് ഫീസും കൊടുക്കണ്ട, ഒരു കപ്പ് വെള്ളം പോലും കൊടുക്കണ്ട. ഒരു ചെയർ നിർത്തിയാൽ അവിടെ ഇരുന്നോളും. 24 മണിക്കൂറും സേവിക്കുന്ന ഡോക്ടർ, ഒന്നും കൊടുക്കണ്ട. 15 ദിവസം കൂടെ വന്നാലും ബാറ്ററി മാത്രം മാറ്റി കൊടുത്താൽ മതി. അത്രമേൽ കണ്ടുവച്ചിരിക്കുന്ന ഒരു ലോകം. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയുടെ മനോഹരമായ പെയിൻറ്റിങ്ങാ. ടെലികമ്മ്യൂണിക്കേഷൻ്റെ കാര്യമൊക്കെ സർവ്വസാധാരണമാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സയൻസ് ലോകത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരത. അതാണ് ഞാൻ പറഞ്ഞത്. ശാസ്ത്രത്തിൻ്റെ ഗോപുരം
സാങ്കേതിക ശജ്ഞങ്ങളുടെ പെയിന്റ് ഉപയോഗിച്ച് സയൻസ് പുതിയ നവലോകത്തിൽ ബ്രഷ് ചെയ്ത് പെയിന്റ് അടിച്ച് ഭംഗിയാക്കി. അപ്പോൾ തന്നെ ഇനി ശ്രദ്ധിച്ച് കേട്ടോണം, അതേ സയൻസ് ആ ഗോപുരത്തിന്റെ പുറകിൽ ഒരു വലിയ അപകടമണി മുഴക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത, ഇതൊരു സാക്ഷരതാ രാജ്യമാണ്, സ്റ്റേറ്റാ. വിദ്യാഭ്യാസത്തിന് മക്കൾക്ക്, സാധാരണക്കാർക്കും നാട്ടുകാർക്കും എല്ലാം അറിയാം, സാധാരണ വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം അറിയാം, 2013 ഏറ്റവും വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം, 2013 ഏറ്റവും വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ പീറ്റർ ഡബ്ല്യു വിങ്സ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ബെൽജിയംകാരൻ ഫ്രാൻകോയിസ് എൻഗ്ലർട്ട്, ഈ രണ്ടുപേർ ചേർന്ന് നടത്തിയ കണ്ടുപിടുത്തത്തിന് ലോകത്തിൻ്റെ അംഗീകാരത്തിൻ്റെ തെളിവ് അവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞ വർഷം നോബൽ സമ്മാനം കിട്ടി. ആ കണ്ടുപിടുത്തത്തിൻ്റെ പേരാണ്, പത്രങ്ങളിലും മാസികകളിലും കോളേജുകളിലും എല്ലാം വന്നതാണ്, ആ കണ്ടുപിടുത്തത്തിൻ്റെ പേരാണ്, അവർ ഈ ഭൂമിയുടെ ഉൽപ്പത്തിയായ ദൈവഗണം കണ്ടുപിടിച്ചു. അതിന് ഇംഗ്ലീഷാണ് ഗോഡ്സ് പാർട്ടിക്കിൾ കിങ് ബോസോം, അഥവാ ദൈവഗണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ എങ്ങനെ നിർമ്മിച്ചു, ഈ പ്രപഞ്ചത്തെ എങ്ങനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു എന്നുള്ള ബിഗ് ബാങ് തിയറി കുട്ടികൾ പഠിക്കുന്നതിൻ്റെ കാരണം കഴിഞ്ഞ വർഷം അവർ തെളിവ് സഹിതം കണ്ടുപിടിച്ചു. ഞാൻ അതിലേക്ക് കയറുന്നില്ല. ആ കണ്ടുപിടുത്തത്തിന് അവർക്ക് നോബൽ സമ്മാനം കിട്ടി എങ്കിൽ കഴിഞ്ഞ ഡിസംബർ 15 ശാസ്ത്രലോകം ഒന്ന് ഞെട്ടി. ശാസ്ത്രജ്ഞന്മാർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും മൂഡ് വന്നില്ല. ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും അവർക്ക് മൂഡ് വന്നില്ല. ശാസ്ത്രലോകം ഒന്ന് ഞെട്ടി. കാരണം ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ദൈവഗണമെന്ന ഗോഡ്സ് പാർട്ടിക്കിളിനെ അനുധാവനം ചെയ്തുകൊണ്ട്, ശ്രദ്ധിച്ച് കേട്ടോണം, ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ജീൻ ഫെഡറിക് കോൾഡിംഗ് കോഡ്, അദ്ദേഹം ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചത് പറഞ്ഞത് കേട്ടപ്പോൾ ശാസ്ത്രത്തിന് നേട്ടൽ. 2 മാസമായിട്ടില്ല കണ്ടുപിടിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. ജീൻ ഫ്രെഡറിക് കോൾഡിംഗ് കോഡ് കണ്ടുപിടിച്ചത് വാർത്തയായി വന്നു. അദ്ദേഹം കണ്ടുപിടിച്ചത് ഈ പ്രപഞ്ചത്തിന് അഭൂതപൂർവമായ ഷെയ്ക്ക് സംഭവിച്ചത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കേട്ടോണം, ഈ വിധത്തിൽ ചുരുങ്ങിയാൽ അടുത്ത ഭാവിയിൽ ഈ ഭൂഗോളം 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഭൂഗോളം, അഥവാ ഒരു സെന്റിന് 8-10 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ഈ ഭൂഗോളം ചുരുങ്ങി, സഹോദരിമാരുടെ ഭാഷ പറയാം, അവലോസ് ഉണ്ടയുടെ വലിപ്പത്തിൽ ഒരു തീയുണ്ടയാകും. കഴിഞ്ഞ ഡിസംബർ 15 പറഞ്ഞത് കേട്ട് ലോകം ഞെട്ടി, ശാസ്ത്രലോകം ഞെട്ടി. ഏത്? ഈ ഭൂമി ഒരു തീയുണ്ടയായിട്ട് മാറുവെന്ന്. വലിപ്പം കേട്ടോ, അവലോസ് ഉണ്ടയുടെ വലിപ്പം. അത് ഞാനിച്ചിരി അങ്ങ് വലിപ്പിച്ചങ്ങ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വലിപ്പം അത്രയും പോലും ഇല്ല. അവലോസുണ്ടയുടെ വലിപ്പത്തിൽ ഒരു തീയുണ്ടയാകുമെന്ന് പറഞ്ഞപ്പം ലോകം ഞെട്ടിയെങ്കിൽ ഈ പന്തലിലും സ്റ്റേജിലും ഇരിക്കുന്ന ദൈവദാസന്മാർ ഞെട്ടത്തില്ല, ദൈവമക്കളും ഞെട്ടത്തില്ല. അവർക്കറിയാം ഇത് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. പത്രോസ്ലീഹ എഴുതി, ഭൂമിയും അതിൻ്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ബൈബിൾ ശാസ്ത്ര ഗ്രന്ഥമല്ല, എന്നാൽ സയൻസ് വന്ന് ബൈബിളിൽ മുട്ടും. ബൈബിൾ മതഗ്രന്ഥമല്ല, ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ള കാര്യം എഴുതിയിരിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് 2000 വർഷം മുമ്പ് എഴുതി. ഒന്ന് വായിച്ചേ മോളെ, 2 പത്രോസ് 3:10 വേഗം വായിച്ചേ. ഉറക്കം മൈക്കില്ലേ? കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അടുത്ത വാക്യം, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. പത്രോസ്ലീഹ എഴുതി, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തും. അപ്പോൾ ജീൻ ഫ്രെഡറിക് കോൾഡിംഗ് കോഡ് ഡിസംബർ 15 സമർത്ഥിച്ചു, ഈ ഭൂമി ഒരു തീയുണ്ടയായി മാറും. ചേർത്ത് പഠിക്കുമ്പോൾ കാണാം ഈ തലമുറയിൽ ചില സംഭവങ്ങൾ നടക്കും. കോപത്തിന് സയൻസ് ഇട്ട പേരാ ഗ്ലോബൽ വാർമിംഗ്.
ആഗോളതാപനം പുറകെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആരോ അടിത്തറ ഇളക്കിയതുപോലെ ഇളകിപ്പോയ ഭൂമിയുടെ അടിയിലത്തെ പ്ലേറ്റുകൾ തന്നിമിത്തം തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂകമ്പമല്ല. ശാസ്ത്രം എന്താ പറയുന്നത്? 2030 ഒരു വർഷമുണ്ടെങ്കിൽ ഏഷ്യയുടെ സ്ഥിതി ഇതൊന്നുമല്ല, അമേരിക്കയുടെ സ്ഥിതി ഇതല്ല. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിലെ ലോകപ്രസിദ്ധമായ സാൻ ഫ്രാൻസിസ്കോ എന്ന പട്ടണം ധനവാന്മാരുടെയും സിനിമാക്കാരുടെയും കൂടാരമടിച്ചിരിക്കുന്ന ആ പട്ടണം 2030 ഒരു വർഷമുണ്ടെങ്കിൽ ശാസ്ത്രം കണ്ടുപിടിച്ചു 4.5 കിലോമീറ്റർ ആഴമുള്ള ശാന്തസമുദ്രത്തിന് അടിച്ചെന്ന് കിടക്കും. കാരണം അതിൻ്റെ മേളിലൊരു വലിയ വരം വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1300 കിലോമീറ്റർ നീളം. ആ വരമ്പിന്റെ പേരാണ് സാൻ ആന്ത്രിയാസ് പ്ലേറ്റ്. അത് വിളകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഗന്ധകം തുപ്പുന്ന അഗ്നിപർവ്വത സ്ഫോടനം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ. അപ്പോൾ തന്നെ കൊച്ചി മുതൽ ന്യൂയോർക്ക് വരെയുള്ള തുറമുഖങ്ങളെ നോക്കി കൊലച്ചിരിച്ചിരിക്കുന്ന സുനാമി തിരകൾ. 1.5 കോടി കിലോമീറ്റർ കീറിപ്പോയ ഭൂമിയുടെ മേക്കൂരിയായ ആകാശത്തിന്റെ 2ാമത്തെ തട്ട് ഇത് ചേർന്ന് പഠിക്കുമ്പോൾ കാണാം ഈ ഭൂമിയിലെ കാലാവസ്ഥ മനുഷ്യർക്ക് ജീവിക്കാൻ മേലാത്ത വിധത്തിൽ വന്നു. അപ്പോൾ രാഷ്ട്രീയ ഗോളം ഇനി ഒരു തരത്തിലും നിൽക്കാൻ മേലാത്ത സ്ഥിതിയിൽ മാറിയില്ലേ? 3 വിധത്തിൽ അടയാളം. 1, പ്രകൃതിയുടെ രീതി മാറി. 2, രാഷ്ട്രീയ ഗോളത്തിൽ വ്യത്യാസം. 197 രാജ്യം ഈ ലോകത്തിലുണ്ട്. എല്ലാ രാജ്യങ്ങളിലും അസ്വസ്ഥതകൾ ഒരുപോലെ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. നമുക്കറിയാം ഇവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതകൾ. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കാണുന്നു. ആർക്കും ഒരു ഉറപ്പുമില്ല, ഇല്ലേ? എങ്കിൽ അതുപോലൊരു ജനാധിപത്യ രാജ്യം അമേരിക്ക. ധനവാന്മാർ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേ ശക്തിയിൽ നിന്നുകൊണ്ട് ഒരുപോലെ പഠിക്കുന്നതിനാൽ ഒരു കാര്യവും നടക്കുന്നില്ല. രാഷ്ട്രീയ അസ്വസ്ഥത നോക്കിക്കേ. ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് വീമ്പിളക്കിയ ഗ്രേറ്റ് ബ്രിട്ടൻ പിടിച്ചു നിൽക്കുന്നു. ഗ്രേറ്റ് എല്ലാം പോയി, ബ്രിട്ടനായിട്ട് പിടിച്ചു നിൽക്കാൻ മാർഗമില്ലാതെ വിസ നിയമം അയക്കും, മുറുക്കും, ചുരുട്ടും, നീട്ടും. ഗോത്രവർഗക്കാർ മാത്രമുള്ള ആഫ്രിക്കയിൽ രക്ത ഒഴുകുന്നു. നിയമത്തിന്റെ കടുത്ത മുള്ളുവേലിയുള്ള സ്തോത്രം റഷ്യയിലും ചൈനയിലും മുള്ളുകമ്പി ഇളകി. സമ്പന്നന്മാരെന്ന് അവകാശപ്പെടുന്ന അറബികൾ ഭരണം നടത്തുന്ന ഗൾഫ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ അന്തരീക്ഷം കരി, പുക, പൊടി, കൊടുങ്കാറ്റ്. ശക്തന്മാരായ ചൈനയും തുല്യശക്തിയായ കൊറിയയും കീരിയും പാമ്പും പോലെ മുഖത്തോട് നോക്കി പല്ലുറുമുന്നു. ഇതെല്ലാം കൊണ്ടൊന്ന് ചേർത്ത് പഠിച്ചേ. എന്താ സംഭവം? ലോകത്തിലെ രാഷ്ട്രീയ ഗോളത്തിൽ അസ്വസ്ഥ വരുമ്പോൾ ലോകത്തിലെ ബുദ്ധിമാന്മാർ പറയുന്നു, ഒരുവൻ ഭരിക്കട്ടെ, ഒരു ബുദ്ധിമാൻ ഭരിക്കട്ടെ, മാറ്റി നിർത്താം. രാഷ്ട്രീയമില്ലാത്ത പോളിസി നല്ലതുള്ള ഒരുത്തനെ കണ്ടുപിടിക്കാം, അവൻ ലോകം ഭരിക്കട്ടെ എന്ന് ബുദ്ധിജീവി. 3 സൃഷ്ടി. ഏറ്റവും മേത്തര സൃഷ്ടിയുടെ പേരാണ് മനുഷ്യ സൃഷ്ടി. 3 കിങ്ഡമാ. പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം. ഇതിൽ ഏറ്റവും മേത്തരം കിങ്ഡമാണ്, മേത്തരം ലോകമാ മനുഷ്യൻ. മനുഷ്യന്റെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറി. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മഹോപദ്രവ ലോകത്തിലെ പൗരന്മാരാകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വാർത്തകൾ വായിക്കാൻ ഭയമല്ലേ? TV കാണാൻ അറപ്പല്ലേ? മനുഷ്യന്റെ സ്വഭാവം കണ്ടോ? സ്നേഹം അസ്തമിച്ചു, ആത്മാർത്ഥത വറ്റി വരണ്ടു, പകരം വൈരാഗ്യം കയറി, കുടുംബ ജീവിതത്തിന്റെ താളം തെറ്റി, വിവാഹ ജീവിതം തകരുന്നു, വിവാഹ മോചനം പെരുകുന്നു. മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളെ കരുതാത്ത മാതാപിതാക്കൾ. 5.5 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വായി പോകാൻ വഴി കണ്ടുപിടിച്ചിട്ട് അയൽവക്കത്ത് താമസിക്കുന്ന ആരാന്നറിയാത്ത മനുഷ്യൻ. കോളേജിന്റെ പടിവാതുക്കൽ മുതൽ ഓഫീസുകൾ വരെ, ഇല്ലേ, ICUവിന്റെ വാതുക്ക വരെ വിൽക്കുന്ന പുള്ളികള്. മയക്കുമരുന്ന് കച്ചവടം. അടുത്ത ഒരു ബിസിനസ്, അത് പേരിട്ടവരെ ഒന്ന് അന്ന് കണ്ടുവിട്ടിരുന്നെങ്കിൽ ഞാനൊരു പ്രസന്റ് കൊടുത്തേനെ. വേറൊരു ബിസിനസിന്റെ പേര് കേൾക്കണോ? ലോകം മുഴുവൻ വെള്ളത്തിലും കരയിലും ഒരു ബിസിനസ്. പേരിട്ടത് ആരാന്നറിയാമല്ല, പേര് കേട്ടോണമെന്ന്. കേട്ടാൽ നല്ല രസവാ. ലേഡീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സഹോദരിമാർ നടത്തുന്ന കടയെന്നല്ല, പെൺവാണിഭം. ലോകം മുഴുവൻ. മറുവശത്തെ സ്തോത്രം വക്രതയും വഞ്ചനയും ചതിവും കൊടികുത്തി വാഴുന്നു. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ.
ഈ മനുഷ്യവർഗത്തിന് എന്താ ഈ വിധത്തിൽ സ്വഭാവം മാറി? ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി വിശേഷം. കാരണം വേറെ ഒരു ലോകം ഈ തലമുറയിൽ വരും. ആ ലോകത്തിന്റെ പേരാണ് പൈശാചിക ലോകം. സത്താൻ കൈയാളാൻ പോകുന്ന ഒരു ലോകം 100 കൊല്ലം കഴിഞ്ഞല്ല ഈ തലമുറയിൽ. ഇത് കൺവെൻഷന് സമയപരിധിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കായിരുന്നു. എനിക്ക് തന്നിരിക്കുന്ന കർത്താവ് എനിക്ക് തന്ന ദർശനപ്രകാരം ഞാൻ ഏത് രാജ്യത്ത് ചെന്നാലും സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് ആദ്യമേ നോക്കുന്നത് ദൈവദാസന്മാരുടെ പ്രായമാണ്. സൈമൻ ഭാഷയെ കണ്ടാൽ അറിയാം പ്രായം എന്നുള്ളത്. എന്നെ അധീക്ഷ വെച്ചാലും പ്രായം എന്നാ ഉണ്ടെന്നറിയാം അല്ലേ? അതുപോലെ എനിക്ക് അങ്ങേയറ്റത്തിരിക്കുന്ന അച്ചായനെ വരെ കാണാം. നിങ്ങളുടെ പ്രായം മുഖത്ത് നോക്കിയാൽ കണ്ടുപിടിക്കാം. എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ് എവിടെയും ചെയ്തു, ഒരു കുഴപ്പമില്ല. ശകലം മനഃശാസ്ത്രവും കണ്ണിൻ്റെ അടിയും കവിളും താടിയും ഉണ്ട്, പ്രായം അറിയാം. എന്തോ ഞാനൊരു അല്പം സാരഥ്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോണം. പ്രായത്തിൻ്റെ പറയണ, ഞങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം നടന്നു. ഞങ്ങളുടെ ഫാമിലി മിടിമിടിക്ക് ഒരു പെണ്ണാ. 23 വയസ്സായപ്പോൾ മുതൽ അപ്പനോടും അമ്മയോടും ഞാൻ പറയും, ഇവിടെ കല്യാണം നടത്തി ഇവിടെ. അപ്പോൾ അവർക്ക് കൊച്ചിനെ പഠിക്കണം, അവർക്ക് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു ശരിയല്ല, നിങ്ങൾ ഇവിടെ പിന്നെ നമ്മൾ ഉപദേശിയായതുകൊണ്ട് പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം അവർ കേൾക്കുകയല്ലോ, കേൾക്കണമെന്നുമില്ല. എന്തായാലും അവർക്ക് പഠിക്കണം, പഠിച്ചോളാൻ പറഞ്ഞു. സ്വന്തം എന്തുവാ ഒടിയിലോട്ട് പഠിച്ചു, മിടുക്കിയായി. ചെറിയ ഡിഗ്രി ഒന്നുമല്ല, അവൾ PhD എടുത്തു. പക്ഷെ വയസ്സെത്രാന്ന് കേൾക്കണോ? 31. അന്നേരം അപ്പം കണ്ണു തുറന്നത്. കല്യാണം ആലോചിച്ചപ്പം അവളെ കല്യാണം കഴിക്കാൻ പ്രായമുള്ള പിള്ളേർക്ക്, ആ ചെറുപ്പക്കന്മാർക്കൊക്കെ 2-3 മക്കളായി. അപ്പോളാ ഞാൻ പറഞ്ഞതിന് ഗൗരവം മനസ്സിലായി. എന്നാലും മകളല്ലേ വിടാനൊക്കുമോ? എന്തായാലും പിന്നെ ബ്രോക്കറും വേണ്ട, അച്ഛനും വേണ്ട, പൂജാരിയും വേണ്ട, ആരും വേണ്ട. കമ്പ്യൂട്ടർ കല്യാണം നടത്തിയും കൊടുക്കും, കമ്പ്യൂട്ടർ ആലോചിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ചെറുക്കനെ കിട്ടി. അതും എന്നോട് പറഞ്ഞു, ഞങ്ങളെ ഒരു ചെറുക്കൻ വന്നിട്ടുണ്ട്, ഫോട്ടോയും കാണിച്ച് കമ്പ്യൂട്ടർ, നല്ല സുന്ദരൻ, മിടുക്കൻ, നല്ല ഫാമിലിക്കാരൻ, സാമാന്യ തരക്കേടില്ലാത്ത നല്ല ശമ്പളം, എല്ലാം കൊള്ളാം. ഞാൻ പറഞ്ഞു നടത്തേ. അന്നേരം എന്നോട് രഹസ്യത്തിൽ പറഞ്ഞു, സാറേ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്താ ചെയ്യണം? എന്നാ കുഞ്ഞേ പ്രശ്നം? ഇവക്ക് 31 വയസ്സാ ഈ പെണ്ണിനെ, ലൗലിക്ക്. ഈ ചെറുക്കൻ 28 വയസ്സേ ഉള്ളൂ, 3 വയസ്സ് കുറവാ. എന്നാ ചെയ്യണം? ഞാൻ ആലോചിച്ച് പറഞ്ഞു, നിങ്ങൾ ഇനി ഇത് വിട്ടാൽ ഇനിയും കിട്ടുന്നതിന് 25 കാണത്തുള്ളൂ. അതുകൊണ്ട് പതുക്കെ ആരോടും പറയണ്ട, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നടത്താൻ പറഞ്ഞു. കല്യാണമെല്ലാം കൊണ്ട് ഉറച്ചു. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞാനും എൻ്റെ വൈഫും കൂടെ ചെന്നു. അവരുടെ ആ സിസ്റ്റപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് ആ പെണ്ണിനെ കൊണ്ട് അവർ നിർത്തി. അവരുടെ ആളുകളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇവളിങ്ങനെ വന്ന പുൽപ്പായയിലോട്ട് നിന്നപ്പം എൻ്റെ വൈഫ് എന്നെ ചോണ്ടിച്ച് ചോദിച്ചു, പപ്പ നമ്മുടെ ലൗലി തന്നെയാണോ അതൊന്ന്? കാരണം അവളെ കണ്ടാൽ കറക്റ്റ് 18 വയസ്സ്. 18, 19 പറയത്തില്ല, 18 വയസ്സ്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരാളെ ഈ ലോകപ്രകാരം എങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആലോചിച്ച് ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. 4 ദിവസം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ചൂടെല്ലാം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്ന് അപ്പനെ വിളിച്ച് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഇവളെ ഇത്ര സ്മാർട്ടാക്കിയത്? അപ്പം പറഞ്ഞ വാചകം ഞാൻ അതുപോലെ നിങ്ങളോട് പറയാം. എൻ്റെ അങ്കിളെ തലേ ദിവസം രാത്രി 12:30 കൊണ്ട് കൊടുത്തു. ഈ നമ്മൾ പറയത്തില്ലേ, ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു, ഷർട്ട് ഡ്രൈ ക്ലീനിന് കൊടുത്തു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തലേ ദിവസം രാത്രി 12:30 കൊണ്ട് കൊടുത്തു. ഞാൻ അന്നേരം വളരെ താല്പര്യം, എന്നിട്ട് രാവിലെ 7:30 തന്നു. നോക്കിക്കേ, 31 കൊടുത്തു, 18 തന്നു. ഞാൻ ചോദിച്ചു എന്നാ ചിലവായി? ഞാനായതുകൊണ്ട് 16,500 രൂപയെ മേടിച്ചുള്ളൂ. എന്നാ സന്തോഷം നോക്കിക്കേ. 31, 18. പക്ഷേ പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ അങ്കിളെ അതൊരു നഷ്ടക്കച്ചവടമായിപ്പോയി. 4 മണിയായപ്പോൾ വെയിലടിച്ചപ്പോൾ പിന്നെ 31 ആയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിൽ, തിരുവചന വെളിച്ചപ്രകാരം ആധുനിക സംഭവങ്ങളെ നോക്കിയാൽ എനിക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ പ്രായം ഞാൻ അളന്നിട്ട് പറയട്ടെ, ഈ ഇരിക്കുന്ന ഈ ഗ്രൗണ്ടിനകത്തിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരിൽ 99% പേർക്കും പെട്ടി വേണ്ടാത്തവരാ. ഏത് പെട്ടിയാണെന്നറിയാവോ? ഷർട്ടും പാൻറ്റും വെക്കുന്ന പെട്ടിയല്ല, സാരി വെക്കുന്ന പെട്ടിയല്ല, നീളത്തിലൊരു പെട്ടിയുണ്ട്, കാറിന്റെ മേളിൽ വെച്ച് കൊണ്ടുവരുന്നത്. അത് വേണ്ടാത്തവരാ ഈ തലമുറയിൽ. എൻ്റെ പ്രിയൻ വരും. നിങ്ങൾ വചനപ്രകാരം ജീവിച്ചാൽ നിങ്ങളുടെ മൂക്കിൽ പഞ്ഞി